തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ 2013 നവംബർ 13 സംഭവിച്ച ദിവ്യകാരുണ്യ അടയാളത്തിന് വത്തിക്കാന്റെ അംഗീകാരത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യമാർ ജോസഫ് പാമ്പളാനി പിതാവ് ഇപ്പോൾ നടത്തുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവകൃപയാലും പരിശുദ്ധ സിംഹാസനത്തിൻ്റെയും സഭയുടെ പരിശുദ്ധ സൂനകദോസിൻ്റെയും നിയോഗത്താലും തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായ ഞാൻ 2013 നവംബർ 15 വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാന മധ്യേ ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ ദൃശ്യമായ അസാധാരണ സംഭവത്തെ വിവിധ തലങ്ങളിലെ പഠന നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിലും റോമിലെ വിശ്വാസ തിരുസംഘത്തിൻ്റെ അനുമതിയിലും കത്തോലിക്ക വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന അടയാളമായി പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ ആഴമേറിയതും പരമ്പരാഗതവുമായ വിശ്വാസത്തെ ഈ അസാധാരണ സംഭവം കൂടുതൽ സാധൂകരിക്കുകയും ആഴപ്പെടുത്തുകയും ചെയ്യും. ഇത് സംബന്ധമായ വിശദമായ ഡിഗ്രി നമ്മുടെ അതിരൂപതാ ചാൻസലർ ബഹുമാനപ്പെട്ട ജോസഫ് മുട്ടത്തുകുന്നേൽ ഇപ്പോൾ വായിക്കുന്നതാണ്. ഇന്ത്യ രാജ്യത്തിലെ കേരള സംസ്ഥാനത്ത് വിളക്കന്നൂർ ദേശത്ത് സംഭവിച്ചതായി കരുതപ്പെടുന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തോടനുബന്ധിച്ച് രൂപപ്പെട്ട ഭക്തിയെക്കുറിച്ച് സിറോ മലബാർ സഭയിലെ തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ജോസഫ് പാമ്പളാനി നൽകുന്ന കൽപ്പന. റോമിലെ വിശ്വാസ തിരുസംഘം 2024 മെയ് 17 പ്രസിദ്ധീകരിച്ച അതിസ്വാഭാവികമെന്ന് കരുതപ്പെടുന്ന പ്രതിഭാസങ്ങളെ വിവേചിക്കുന്ന പ്രക്രിയയ്ക്കുള്ള മാനദണ്ഡങ്ങളുടെ വെളിച്ചത്തിൽ
പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള കത്തോലിക്ക വിശ്വാസം അതിസ്വാഭാവികമെന്ന് കരുതപ്പെടുന്ന ഏതെങ്കിലും പ്രതിഭാസങ്ങളെ ആധാരമാക്കിയുള്ളതല്ലെന്നും മറിച്ച് തൻ്റെ ശരീരരക്തങ്ങളാകുന്ന പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലൂടെ തൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ സകല യുഗങ്ങളിലും അവിടുന്ന് കുരിശിലെ ബലി നിത്യമായി തുടരുന്നുവെന്നും പീഡാനുഭവ രാത്രിയിൽ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയിലൂടെ അവിടുത്തെ പ്രിയ വധുവായ തിരുസഭയെ തൻ്റെ മരണോത്ഥാനങ്ങളുടെ അനുസ്മരണം ഭരമേൽപ്പിച്ചുവെന്നും ഈശോ മിശിഹായുടെ തിരുവചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലും അപ്പവും വീഞ്ഞും മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നുവെന്നും പൂർണ്ണമായും നാം അറിയുന്നു. മാനുഷിക ബുദ്ധിയുടെ ഗ്രഹണശേഷി അതിലംഘിക്കുന്ന പ്രതിഭാസങ്ങൾ ഉണ്ടെങ്കിലും പരിശുദ്ധ കുർബാനയുടെ ആഘോഷമായ പരികർമ്മത്തിലൂടെ നിത്യവും കൂദാശ ചെയ്യപ്പെടുന്ന അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ ഈശോ സജീവമായും യാഥാർത്ഥ്യമായും സന്നിഹിതമാണെന്ന സത്യത്തെ കൂടുതൽ ആഴത്തിലും ശ്രേഷ്ഠമായും മനസ്സിലാക്കുക എന്നതാണ് അവയുടെ ലക്ഷ്യം. 2013 നവംബർ 13 വിളക്കണ്ണൂർ ക്രിസ്തുരാജ ഇടവകയിലെ വിശുദ്ധ കുർബാന അർപ്പണ മധ്യേ സംഭവിച്ചതിൽ കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായി യാതൊന്നും ഇല്ലെന്ന് മാത്രമല്ല, പ്രസ്തുത സംഭവം പരിശുദ്ധ കുർബാനയോടുള്ള ആരാധനയും സ്നേഹവും വിശ്വാസികൾക്കിടയിൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായി എന്നത് വ്യക്തമായി പരിഗണിച്ചും ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടവും പരകോടിയുമായ പരിശുദ്ധ കുർബാനയോടുള്ള വ്യക്തിപരവും പരസ്യവുമായ ഭക്തിയെ പരിപോഷിപ്പിക്കുന്നത് വിശ്വാസികളുടെ നന്മയ്ക്ക് സഹായകമാകയാലും ദൈവജനത്തിന്റെ നിരവധിയായ അഭ്യർത്ഥനകൾ പരിഗണിച്ചും ആത്മാക്കളുടെ നന്മയെ മുൻനിർത്തിയും ഇത്തരം ആത്മീയ അനുഭവങ്ങളുമായി ചേർന്നു പോകാൻ ആഗ്രഹിക്കുന്നവരെ സ്ഥിരീകരിച്ചും ദൈവാരാധനയുടെ ആവിഷ്കാരങ്ങളെ അജപാലനപരമായി വിലയിരുത്തിയും പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതമായിരിക്കുന്ന ഈശോയെ ആരാധിക്കുന്നവരിൽ ഉളവാകുന്ന നിരവധിയായ ആത്മീയ ഫലങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യത്തോടുകൂടി ഇത്തരം സംഭവങ്ങളെ അന്വേഷിക്കുവാനും കാര്യക്ഷമമായി വിലയിരുത്തുവാനും ആവശ്യകമായ തലങ്ങളിലെ നടപടിക്രമങ്ങളുടെ മാനദണ്ഡങ്ങൾ വിശ്വസ്തതാപൂർവ്വം മുറുകെ പിടിച്ചുകൊണ്ടും വ്യവസ്ഥാപിതമായ ശാസ്ത്രീയ പരിശോധനകളുടെ ഫലങ്ങളും ദൈവശാസ്ത്ര സമിതിയുടെ വിലയിരുത്തലുകളും കണക്കിലെടുത്തും ഈ ആത്മീയ നിർദ്ദേശത്തിന്റെ അജപാലന മൂല്യത്തെ വിലമതിക്കുന്നതിനും തീർത്ഥാടനം ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ഇതിന്റെ പ്രചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തടസ്സങ്ങളൊന്നും ഇല്ലെന്ന് ഇതിനാൽ ഉത്തരവാകുന്നു. സത്യദൈവത്തിന് മാത്രം അർഹമായ ആരാധന ഈ പരിശുദ്ധ കുർബാനയ്ക്ക് അർപ്പിക്കുന്നതിന് വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമുള്ളപ്പോഴും ഈ സംഭവത്തിന്റെ പ്രകൃത്യാതീതമായ സ്വഭാവത്തിന്റെ പ്രഖ്യാപനമായോ ഈ വിഷയത്തിലെ നിയതമായ വിധിതീർപ്പായോ ഇതിനെ അർത്ഥമാക്കുന്നില്ല. എന്നിരുന്നാലും ഇവിടെ പരാമർശിതമായ അനുഭവത്തിൽ നിന്ന് ഉളവാകാനിടയുള്ള ആധ്യാത്മിക ഫലങ്ങളെ ശ്രദ്ധാപൂർവം വിലയിരുത്തുന്നതിലെ ഉത്തരവാദിത്തം പരിഗണിച്ചുകൊണ്ട് ഈ ഉത്തരവ് ഈ ദിവസം പരസ്യമാക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. ഈ ഉത്തരവിന്റെ ഓരോ പകർപ്പ് വീതം റോമിലെ വിശ്വാസ തിരുസംഘത്തിന്റെ കാര്യാലയത്തിനും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനും മറ്റൊന്ന് സീറോ മലബാർ സഭയുടെ അഭിവന്ദ്യ മേജർ ആർച്ച് ബിഷപ്പിനും അയക്കേണ്ടതാണ്. അവസാനമായി ഏറ്റവും സാഹോദര്യത്തിന്റെ അരൂപിയിൽ അതിരൂപതയിലെ എല്ലാ വൈദികരെയും സമർപ്പിതരെയും വിശ്വാസികളെയും 2025 മെയ് മാസം 31 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വിളക്കണ്ണൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ നടക്കുന്ന ആഘോഷപൂർവമായ വിശുദ്ധ കുർബാനയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തലശ്ശേരിയിൽ നിന്ന് 2025 മെയ് മാസം 7 നൽകപ്പെട്ടത് മാർ ജോസഫ് പാമ്പ്ളാനി, തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത.